ഗുഡ് മോർണിംഗ്. ഓരോ പ്രഭാതവും പുതിയതാണ്, ഓരോ ദിവസവും നല്ലതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് എല്ലാം അകന്ന് നിന്ന് ഒരു സെൽഫ് റിഫ്ലക്ഷൻ നമ്മുടെ ലൈഫിനെ കുറിച്ച് തന്നെ നടത്തുന്ന ഒരു കാലമായിരുന്നു. കാരണം നമുക്കറിയാം, നിരന്തരമായിട്ട് നമ്മൾ ഒരു 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 കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു. അത് എപ്പോഴും നമുക്ക് നല്ലതാണ്. ഒരു കോമൺ ഗോളിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ അവിടെ നിന്ന് തീർത്തും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംഭവിക്കുമ്പോൾ, നെഗറ്റിവിറ്റി മാത്രം നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ, നമുക്ക് ലഭിക്കുമ്പോൾ, നമ്മൾ അവിടെ നിന്നൊന്ന് മാറിയിട്ട് ഒരു സെൽഫ് റിഫ്ലക്ഷൻ എപ്പോഴും നടത്തുന്നത് നല്ലതാണ്. അങ്ങനെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ്റെ ഒരു പാതയിലായിരുന്നു ഞാൻ. ആ ഒരു ജേർണിയെക്കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ പറയുന്നതായിരിക്കും. അതുതന്നെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ചാനലിലൂടെ, മൈ സൈഡ് ഓഫ് ദ സ്റ്റോറി എന്ന ചാനലിലൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം പലപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയാൽ വിജയം കണ്ടിട്ടല്ലാതെ പുറകിലേക്ക് പോവുകയില്ല എന്ന ഒരു വാശി എനിക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ തന്നെയാണെങ്കിൽ നമുക്കറിയാം, നമ്മളെ തെറി വിളിച്ചുകൊണ്ട് കമൻ്റ് ഇടാനായിട്ട് വരുന്നവരോട് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, സ്മിത ഇതൊന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് അവരെ ഏതെങ്കിലും തരത്തിൽ അത് ഒന്നുകിൽ അവർ ബ്ലോക്ക് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അന്തം കാണുന്നത് മണിക്കൂറുകൾ, ദിവസങ്ങൾ ഞാൻ അവരുടെ പിന്നാലെ തന്നെ നടന്ന് അവരെ പറയുകയും ഒക്കെ ചെയ്യും. പറഞ്ഞ് അവരെ എങ്ങനെയും തോൽപ്പിക്കുന്നിടം വരെ വിശ്രമമില്ലാത്ത രീതിയിൽ എൻ്റെ സമയവും എൻ്റെ എനർജിയും എൻ്റെ തലച്ചോറും ഇതെല്ലാം ഞാൻ ഉപയോഗിക്കുമായിരുന്നു. അത് എൻ്റെ ഒരു നേച്ചറായിരുന്നു. അത് ചെറുപ്പം മുതലേ നമുക്ക് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം, ഒരു നേച്ചറാണ്. അപ്പം അത് കാണുന്നവർക്ക് തന്നെ പലപ്പോഴും അസ്വസ്ഥതയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു, നമുക്കൊന്ന് മാറി ചിന്തിക്കണം. അങ്ങനെ ഒരു മാറ്റം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മളൊരു സെൽഫ് റിഫ്ലക്ഷൻ നമുക്ക് എടുക്കണം. അങ്ങനെ ഞാൻ വളരെയധികം സെൽഫ് റിഫ്ലക്ഷൻ നടത്തി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വെൻ ടു സ്റ്റോപ്പ് ടു ചേഞ്ച് എന്നുള്ളതാണ്. എവിടെ നിർത്തണമെന്നും എവിടെ നിർത്തിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തിലേക്കാണ് നമ്മൾ ചേഞ്ച് ആകേണ്ടത് എന്നും നമുക്ക് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. നമ്മൾ നിർത്തേണ്ടിയെടുത്ത് നമ്മൾ നിർത്തിയില്ലെങ്കിലും കുഴപ്പമാണ്, അതിന് മുന്നേ നിർത്തിയാലും കുഴപ്പമാണ്, അതിന് ശേഷം നിർത്തിയാലും കുഴപ്പമാണ്. കറക്റ്റ് നിർത്തേണ്ടിയെടുത്ത് നിർത്തണം. നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ചേഞ്ച് എന്താണ്, നമുക്ക് എന്താണ് ആ മാറ്റം നമ്മൾ ഉണ്ടാകേണ്ടത്. കാരണം നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളുണ്ടാകും. എന്നാൽ അതേസമയം അടുത്തൊരു ടേണിലേക്ക് പോയിട്ട് നമ്മളത് വളഞ്ഞ് നമ്മുടെ അടുത്ത ടേൺ ഇതാണ്, ഇന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്കൊരു മൈൻഡ് പ്ലാൻ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ നിർത്തുന്നത് എങ്കിൽ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ജീവിതത്തിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള നെഗറ്റിവിറ്റി നമ്മൾ അനുഭവിക്കുമ്പോൾ, അതായത് വ്യക്തിപരമായിട്ടാണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും നമുക്ക് കോൺസ്റ്റൻ്റായിട്ട് നമ്മളെ ഒരു കൂട്ടർ ആക്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ നെഗറ്റിവിറ്റി മാത്രം നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ ചിന്താഗതിയെയും നമുക്ക് ബാധിക്കും. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് പത്രം നോക്കുമ്പോഴത്തേക്ക് ഇന്ന് ആരെയും കൊന്നില്ലെങ്കിലാണ് നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തി. കാരണം നമ്മുടെ മനസ്സ് അത്രത്തോളം ആ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് എന്താ പറയുക, എംബഡഡ് ആയി കഴിഞ്ഞു. നമുക്കത് കേട്ടില്ലെങ്കിൽ, അത് കേട്ടാലും നമുക്ക് ഒരു പ്രതികരണശേഷി ഇല്ലാത്ത പോലെ ഇതിങ്ങനെയാണ് എന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ഇവിടെ കേരളം സ്റ്റോപ്പ് ആൻഡ് തിങ്ക് ആൻഡ് റിഫ്ലക്റ്റ്. കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുക. ഈ വരാൻ പോകുന്ന കാലം എങ്ങനെയായിരിക്കണമെന്ന് ചിന്തിക്കുക. ഇത് വ്യക്തിജീവിതത്തിൽ മാത്രമല്ല, സാമൂഹിക ജീവിതത്തിലും ഒക്കെ നമുക്ക് ആ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകണം. ഇപ്പം ഞാൻ പലപ്പോഴും രാഷ്ട്രീയത്തിൽ കേൾക്കാൻ ആഗ്രഹിച്ച ഒരുപാട് വാക്കുകളുണ്ട്. അതായത് റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, ഈ കോമൺ ഗോൾ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഞാൻ ഒരുപാട് കേൾക്കാൻ ആഗ്രഹിച്ചതാണ്. കാരണം ഒരു പൗരൻ എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും അക്കൗണ്ടബിലിറ്റി ഉണ്ട്, നമുക്കെല്ലാവർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മളെല്ലാവരും ഒരു കോമൺ ഗോളിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ, ഇങ്ങനെയുള്ള ഒരു കോമൺ ഗോളിന് വേണ്ടിയാണ്. അത് നമ്മുടെ വ്യക്തിജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ സാമൂഹിക ജീവിതത്തിലും നമുക്ക് ഈ അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ, ഒരു വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്കൊരു സെൽഫ് റിഫ്ലക്ഷനും അക്കൗണ്ടബിലിറ്റിയും റെസ്പോൺസിബിലിറ്റിയും
വിജയം കൊണ്ടുത്തരുന്നത്. അതുപോലെ തന്നെ സമൂഹത്തിനോടും നമുക്കുള്ള റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും സെൽഫ് റിഫ്ലക്ഷനും ഒക്കെ പ്രയോജനകരമാകും. അപ്പോൾ എൻ്റെ ആ ഒരു യാത്ര, ആ യാത്രാനുഭവങ്ങൾ എൻ്റെ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു തലത്തിലൂടെ ഞാൻ സഞ്ചരിച്ച വഴികളിലൂടെ നിങ്ങളും എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് കരുതുന്നു. വിഷിംഗ് യു ഓൾ എ ഹാപ്പി ഡേ.